ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിനി 4ാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും മിനിമം 25 മാർക്കിന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് മിനിമമാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 3 മൊഡ്യൂള് പഠിച്ചാൽ തന്നെ ഫുൾ മാർക്കിനുള്ള കിട്ടും. ഓക്കെ, കാരണം 75 മാർക്കിൽ അപ്പോൾ നിങ്ങൾ എക്സാം എഴുതും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടാവും എങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 4ാമത്തെ മൊഡ്യൂൾ നിങ്ങൾക്ക് ഒന്നും കൂടി സിമ്പിളായിരിക്കും. അത് മൊഡ്യൂൾ സിമ്പിളായതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഇതിൽ 3/4 ഭാഗവും നിങ്ങൾ നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നല്ല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് കൃത്യമായി പഠിച്ചിട്ട് തന്നെ എക്സാമിന് പോകാൻ പറ്റും, തിയറിയും പ്രോബ്ലം അടക്കം. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഫിസിക്സ് പാസ്സാവാം. ഓക്കെ, കാരണം ഇപ്പോൾ ഈ മൊഡ്യൂളിൽ ഈ റിവിഷനിൽ പറഞ്ഞിരുന്ന ഈ ഭാഗം ഫുള്ള് നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് 20 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, 30 മാർക്കാണ് നിങ്ങൾക്ക് പാസ്സാവുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ മാതിരി തന്നെ നിർബന്ധമായും നിങ്ങൾ പേനയും പേപ്പറും എടുത്തിട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. പിക്ചർ വരയ്ക്കാനുള്ളത് കൃത്യമായി വരയ്ക്കണം. വൃത്തിയോടെ വരച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഈ മൊഡ്യൂൾ നിങ്ങൾ ഒന്നും വിടരുത്. കാരണം നിങ്ങൾക്ക് അത് മറ്റു മൊഡ്യൂളിൻ്റെ പോലെയല്ല, നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത മൊഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മറ്റേതാകുമ്പോൾ കേട്ടിട്ടുള്ളതും വീഡിയോ കണ്ടിട്ടുള്ളത് അറിയുണ്ടാവുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾ ക്ലാസ്സിൽ 1-2 പ്രാവശ്യം നമ്മൾ ബോർഡിൽ ചെയ്ത് പിന്നെ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം നോക്കുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM. Okay, if the acceleration is directly proportional to the displacement and directed towards equilibrium position, such motion is known as simple harmonic motion. അതായത് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആവുകയും ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് ആവുകയുമാണെങ്കിൽ അത്തരം മോഷനൊക്കെ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ഇപ്പോൾ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എക്സാമ്പിൾ എഴുതാൻ പറയും. 2 എക്സാമ്പിളാണ് സിമ്പിൾ പെൻഡുലവും ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്ങും. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലം ആൻഡ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്. ഞാൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ പറയും ചിലപ്പോൾ. ഇക്വേഷനാണ് d²x/dt² + ω² x = 0. അത് നമ്മൾ ഒന്നും കൂടി പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇക്വേഷൻ മാത്രം ചോദിക്കുന്നെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. d²x/dt² + ω² x = 0. ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി അടുത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്: പീരീഡ്, ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ചോദിക്കും, അത് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഫസ്റ്റ് വൺ, പീരീഡ്. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ, അതായത് ഇപ്പോൾ സിമ്പിൾ പെൻഡുലാണെങ്കിൽ ഒരു ഓസിലേഷൻ ആവശ്യമായ ടൈം. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ ആവശ്യമായ ടൈമിനെയാണ് എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. ടൈം ടേക്കൺ ഫോർ എ കംപ്ലീറ്റ് വൈബ്രേഷൻ. ഇനി ഫ്രീക്വൻസി, നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന വൈബ്രേഷൻസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയ മാറ്റം വന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ പീരീഡ്, ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഓൺ എനി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. ഇത് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? പ്രൂവ് ദാറ്റ് പ്രൊജക്ഷൻ ഓഫ് എ സർക്കുലർ മോഷൻ ഈസ് സിമിലർ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് ചോദിക്കുക. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ കുറച്ചൊരു ഭാഗം ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഈ മൊഡ്യൂളിൽ പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ പിക്ചറും ഈ പാരഗ്രാഫും എഴുതിയിട്ട് അവസാനം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതെങ്കിലും എഴുതി വെക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ.
അപ്പോൾ പിക്ചർ നോക്കുക, ഒരു സർക്കുലർ മോഷൻ്റെ പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. പാർട്ടിക്കിൾ എക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് പി എന്നുള്ള പോയിന്റിലെത്തി. അപ്പോൾ കവർ ചെയ്ത ആംഗിളാണ് തീറ്റ. അതിൻ്റെ റേഡിയസ് ആണ് എന്ത്, എ. എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ദെൻ എക്സ് ആക്സിസിൽ അതിൻ്റെ ഒ ക്യൂ കണ്ടില്ലേ, പി എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ എക്സിലോട്ടുള്ള ലൈൻ എൻഡ് ചെയ്യുന്നത് ക്യൂവിലാണ്. ഓക്കെ, പി ആ ക്യൂ എന്നുള്ള പോയിന്റിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പി എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ നോട്ടിൽ എം എൻ എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. ക്യൂ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് പി. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, ശ്രദ്ധിക്കുക. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. സർക്കംഫറൻസ് പറഞ്ഞാൽ ചുറ്റും കറങ്ങാണ് ഒരു പാർട്ടിക്കിൾ. ഇനീഷ്യലി ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് എക്സ്, ഫസ്റ്റ് എക്സ് എന്നുള്ള പോയിന്റിലാണ്. ആഫ്റ്റർ എ ടൈം ടി ദ പാർട്ടിക്കിൾ ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ ടു പി, പിയിലെത്തി. ക്യൂ ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് പി ഓൺ എക്സ് ആക്സിസ്. ക്യൂ എന്ന് പറയുന്നത് എന്താണ്, പിയുടെ പ്രൊജക്ഷനാണ്. ആസ് ദ പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ് വൺ റൊട്ടേഷൻ, പാർട്ടിക്കിൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം തിരിഞ്ഞു വരുമ്പോൾ ദ പ്രൊജക്ഷൻ ആൾസോ കംപ്ലീറ്റ്സ് വൺ സൈക്കിൾ. പ്രൊജക്ഷൻ ക്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും, എക്സ് ആക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. പി മാറുന്നതിനനുസരിച്ച് ക്യൂ മാറിക്കൊണ്ടേയിരിക്കും. പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഇൻ ദ കേസ് ഓഫ് സർക്കുലർ മോഷൻ ദ ആക്സലറേഷൻ ഈസ് ടുവാർഡ്സ് സെൻറ്റർ. സർക്കുലർ മോഷൻ്റെ കേസിൽ ആക്സലറേഷൻ എപ്പോഴും എങ്ങോട്ടാണ്, സെൻറ്ററിലോട്ടാണ്. അപ്പോൾ പ്രൊജക്ഷനായ ക്യൂ എന്താണ്, ക്യൂവിൻ്റെ ആക്സലറേഷൻ എങ്ങോട്ടുമാണ്, സെൻറ്ററിലോട്ടുമാണ്. അതേപോലെ ക്യൂ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മോഷൻ എന്തിന് സിമിലറാണ്, സിമ്പിൾ ഹാർമോണിക് മോഷന് സിമിലറാണ്. ഇനി അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണം, അതും കൂടി ആകുമ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ദെൻ തീറ്റ ഇസ് ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഒമേഗ ഇസ് ദ ആംഗുലാർ വെലോസിറ്റി. തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒമേഗ ആംഗുലാർ വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി എങ്ങനെ കാണാം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു തീറ്റ ബൈ ടി എന്ന് എഴുതാം. തീറ്റ ഈക്വൽ ടു എന്ത് എഴുതാം, ഒമേഗ ഇൻറ്റു ടി, ഒമേഗ ടി. ദെൻ കോസ് തീറ്റ ഈക്വൽ ടു, പിക്ചർ എന്നാണ് എഴുതുന്നത്, കോസ് തീറ്റ പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ എന്ത് വരും, എക്സ് ബൈ എ എന്ന് വരും. ദെൻ എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് വരും. ദെൻ എക്സ് ഈക്വൽ ടു തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക, ഒമേഗ ടി എന്ന് കൊടുക്കുക. ദെൻ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് വരും. അതാണ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ക്യൂവിനുണ്ടാവുന്ന പ്രൊജക്ഷൻ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഓ എന്നുള്ള പോയിന്റിൽ നിന്ന് ക്യൂ മാറുന്നതിനനുസരിച്ച് എക്സ് മാറും. അതാണ് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ വെലോസിറ്റി എങ്ങനെ കാണാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി, അതിനൊന്നാണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എ കോസ് ഒമേഗ ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എ കോസിൻ്റെ എന്താ, മൈനസ് സൈനാണ് അല്ലേ. അപ്പോൾ എ മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു വീണ്ടും ഒമേഗ ടീനെ ചെയ്യുമ്പോൾ എന്ത് വരും, ഒമേഗ. അപ്പോൾ മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി, അത് വെലോസിറ്റി ആയി. ഇനി അതിനെ വെലോസിറ്റീനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായി, ആക്സലറേഷൻ. അതാണ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. ഓക്കെ, അതായത് സൈനിൻ്റെ എന്താണ്, വീണ്ടും എന്താണ്, കോസാണ്. ഒമേഗ ടീനെ വീണ്ടും ചെയ്യുമ്പോൾ എന്തായി, ഒരു ഒമേഗ. അപ്പോൾ ഒമേഗ സ്ക്വയർ. അപ്പോൾ മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. അപ്പോൾ ആക്സലറേഷൻ കിട്ടി. ഇതിൽ തന്നെ എ കോസ് ഒമേഗ ടി പറഞ്ഞാൽ നമ്മൾ എക്സ് ആണെന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, അതിമെന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ എ കോസ് ഒമേഗ ടി ഉണ്ട്, അതിനെന്ത് എഴുതാം, എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എന്ത് എഴുതാം, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, പ്ലസ് എന്ന് വരും. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0, ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇത്ര എഴുതിയാലാണ് 6 മാർക്ക് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇനി ഡിഫറൻസിയേഷൻ അറിയില്ല എന്നുള്ള, ഇനി ഒരു വിധത്തിലും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിക്ചർ വരയ്ക്കുക, ആ പാരഗ്രാഫിലുള്ള എക്സ്പ്ലെയിൻ ആ പാരഗ്രാഫ് പഠിച്ചെഴുതുക. പിന്നെ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ട് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഓൺ എനി ഡയമീറ്റർ ഓഫ് സർക്കിൾ ഈസ് സിമിലർ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതിൽ ആദ്യം ട്രാൻസ്വേഴ്സ് വേവ്. ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വേവ് ഇങ്ങനെ പോവുകയാണ്, അതിനാണ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. വേവ് പോകുമ്പോൾ
ചുറ്റുഭാഗത്തുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് വേവിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ അത്തരം വേവ്സിനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. എക്സാമ്പിളാണ് ലൈറ്റ്. അപ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ദി മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പോൾ പെർപെൻഡിക്കുലറിനാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് പാർട്ടിക്കിൾ എങ്ങനെയാണ് വേവ് പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പാരലലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അലോങ് ദ ഡയറക്ഷൻ, മറ്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതെന്താണ് അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. എക്സാമ്പിളാണ് സൗണ്ട് വേവ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. അപ്പോൾ നേരത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചു. ഓക്കെ, അതേപോലെ തന്നെയാണ് ആദ്യത്തെ വേവ് ലെങ്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ലാംഡ. വേവ് ലെങ്ത് പേരിൽ തന്നെ അറിയാം, ലെങ്ത് ഓഫ് എ വേവ്. വേവിൻ്റെ ലെങ്ത്തിനാണ് എന്ത് പറയുന്നത്? വേവ് ലെങ്ത്. നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി എഫ്. ദ നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന വേവുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസിക്ക് യൂണിറ്റ് ഉണ്ട്, യൂണിറ്റാണ് ഹെർട്സ്. ടൈം പീരീഡ് ക്യാപിറ്റൽ ടി ആണ്. ടൈം ടേക്കൺ ഫോർ എ വേവ്. ഒരു വേവിന് ആവശ്യമായ സമയം, ഒരു വേവ് ഉണ്ടാവാൻ ആവശ്യമായ സമയത്തിനാണ് നമ്മൾ എന്ത് പറയുക? ടൈം പീരീഡ് ടി. അതിൻ്റെ യൂണിറ്റ് പിന്നെ നമുക്കറിയാം, ടൈം പീരീഡ് ആകുമ്പോൾ സെക്കൻഡാണ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, എഫ് ഈക്വൽ ടു 1/t ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാം, ഫ്രീക്വൻസി 2 ആണെങ്കിൽ ടൈം പീരീഡ് എന്താണ്? അപ്പോൾ ടൈം പീരീഡ് എങ്ങനെ കാണാം? 1/f 1/2 എന്ന് എഴുതാം. തിരിച്ചും ചോദിക്കാം, ടൈം പീരീഡ് 2 ആണെങ്കിൽ ഫ്രീക്വൻസി എത്ര? 1/2. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഫ്രീക്വൻസിൻ്റെ ഹെർട്സും ടൈം പീരീഡിൻ്റെ എന്താണ്? സെക്കൻഡും. ഇനി ആംപ്ലിറ്റ്യൂഡ്, ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ. അപ്പോൾ പിക്ചറിലുണ്ട് ആംപ്ലിറ്റ്യൂഡ് എ എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം പൊസിഷൻ മീൻ പൊസിഷന് ഉള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദെൻ വേവ് വെലോസിറ്റി, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് കൊണ്ട് വേവ് എത്ര ദൂരം സഞ്ചരിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് വേവ് വെലോസിറ്റി. നെക്സ്റ്റ് വൺ ഈസ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. റിലേഷൻ അറിയും വേണം, പ്രോബ്ലം ചെയ്യാനുണ്ടാവും. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണെന്ന് അറിയാം. അപ്പോൾ ഹിയർ ഇവിടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിവിടെ ടൈം എന്തായിട്ട് എടുക്കുക? ടൈം പീരീഡായിട്ട് എടുക്കുക. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വേവ് ഉണ്ടാവാൻ ആവശ്യമായ സമയം. ഒരു വേവ് ഉണ്ടാവാൻ ആവശ്യമായ സമയം കൊണ്ട് വേവ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവുക? വേവ് ലെങ്ത്തിൻ്റെ ദൂരം ആവില്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം എന്ത് എഴുതുക? വേവ് ലെങ്ത്. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വേവ് ലെങ്ത് ബൈ ടൈം പീരീഡ്. ദാറ്റ് ഈസ് വി ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ ടി. ക്യാപിറ്റൽ ലെറ്റർ ടി എഴുതണം. അതിൽ 1/tക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? എഫ് എന്ന് എഴുതാം. അപ്പോൾ ലാംഡ ബൈ ടി എന്ന് പറഞ്ഞാൽ അതിൽ 1/tൻ്റെ എടുക്കുക. അപ്പോൾ വി ഈക്വൽ ടു എന്ത് എഴുതാം? എഫ് ഇൻറ്റു, പിന്നെ അവിടെ എന്താ ഉള്ളത്? 1/tക്ക് പകരം എന്ത് കൊടുത്തു? എഫ് എന്ന് കൊടുത്തു. അപ്പോൾ വി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എഫ് ലാംഡ. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. പിന്നെ ഒരു 3 മാർക്കിൻ്റെ പ്രോബ്ലം, അങ്ങനെ 6 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. ദെൻ നെക്സ്റ്റ് ഫ്രീ വൈബ്രേഷൻ. ചിലപ്പോൾ 3 ചോദിക്കാം. ഫ്രീ വൈബ്രേഷൻ, ഫോൾസ്ഡ് വൈബ്രേഷൻ, റെസണൻസ്. ഒറ്റ ഇതിൽ വരുന്നതാണ്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോൾസ്ഡ് വൈബ്രേഷൻ. അല്ലെങ്കിൽ 2 മാർക്കിനായിട്ട് വാട്ട് ഈസ് മീൻ ബൈ റെസണൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രീ വൈബ്രേഷൻ? ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ഏതൊരു വസ്തുവിനും അതിൻ്റെ ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അതിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുന്നത്. വൈബ്രേഷൻ ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഫോൾസ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വൈബ്രേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഡ്യൂ ടു അനദർ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ്. മറ്റൊരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ ഫലമായി ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായി? ഫോൾസ്ഡ് വൈബ്രേഷനായി.
അതായത് വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് നമ്മളൊരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടേബിൾ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യൽ തുടങ്ങും. ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോൾസ്ഡ് വൈബ്രേഷൻ. നെക്സ്റ്റ് വൺ ഈസ് റെസണൻസ്. ഏതൊരു വസ്തുവിനും നമ്മൾ പറഞ്ഞ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി മറ്റൊരു വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായി ഈക്വലായി വന്നാൽ രണ്ടാമത്തെ വസ്തു എന്ത് ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ സെക്കൻഡ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡിനാണ് പോയിൻ്റ്. അപ്പോൾ റെസൊണൻസ് ഒന്നുകൂടി നോക്കുക. ഇഫ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് മാച്ചസ് വിത്ത് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് വൺ, the second one starts to vibrate with maximum amplitude. That is the resonance. Okay. Then next one is progressive waves. Waves which travel outward from a source and transmit energy from one point to another. ഒരു പോയിന്റിൽ നിന്ന് ഉണ്ടാവുകയും മറ്റൊരു പോയിന്റിലോട്ട് അത് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ എനർജി ട്രാൻസ്മിഷൻ നടക്കുകയും ചെയ്യുന്ന വേവ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രോഗ്രസീവ് വേവ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് സ്റ്റേഷണറി വേവ്സിനാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേഷണറി വേവ്സ് ഓർ സ്റ്റാൻഡിങ് വേവ്സ്. സ്റ്റേഷണറി വേവിൻ്റെ വേറൊരു പേരാണ് സ്റ്റാൻഡിങ് വേവ്സ്. സ്റ്റേഷണറി വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് ടു ഐഡൻറ്റിക്കൽ വേവ്സ് ട്രാവലിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സ്റ്റേഷണറി വേവ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് സൂപ്പർ പൊസിഷൻ, കൂടിച്ചേരൽ, അതാണ് സൂപ്പർ പൊസിഷൻ, ഓഫ് ടു ഐഡൻറ്റിക്കൽ വേവ്സ്, ഒരേപോലെയുള്ള രണ്ട് വേവ്സ് കൂടിച്ചേരുമ്പോൾ എങ്ങനെ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, എതിർ ദിശയിൽ വരുന്ന ഒരേപോലെയുള്ള രണ്ട് വേവ്സ് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സ്റ്റേഷണറി വേവ്സ് ഉണ്ടാകുന്നത്. സ്റ്റേഷണറി വേവ്സിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്, ആൻറ്റിനോഡും ആൻറ്റിനോഡും. അപ്പോൾ നിങ്ങളോട് ആൻറ്റിനോഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്റ്റേഷണറി വേവ്സ് ചിലപ്പോൾ ചോദിക്കും. ഏതെങ്കിലും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആവും എഴുതാൻ പറയാം, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻറ്റിനോഡ് ആൻഡ് നോഡ് എന്ന് ചോദിക്കും. അപ്പോൾ ഏതാണെങ്കിലും ഇതൊന്ന് നിങ്ങൾക്ക് കിട്ടും, ശ്രദ്ധിക്കുക. ദേ ഡു നോട്ട് ട്രാൻസ്മിറ്റ് എനർജി ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ. അത് അവിടെ തന്നെ ഇങ്ങനെ കടന്ന് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് എന്ത് നടത്തുന്നില്ല, എനർജി ട്രാൻസ്മിഷൻ നടത്തുന്നില്ല. ദ പോയിൻറ്റ് വേർ ആംപ്ലിറ്റ്യൂഡ് ഈസ് സീറോ ഈസ് കാൾഡ് നോഡ്. ആംപ്ലിറ്റ്യൂഡ് സീറോ ഉള്ള പോയിൻറ്റിനെ നമ്മളെന്ത് പറയുന്നു, നോഡ്. മാറരുത്, നോഡും ആൻറ്റിനോഡും മാറാൻ സാധ്യതയുണ്ട്. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, സീറോ ആണ്. ദ പോയിൻറ്റ് വേർ ആംപ്ലിറ്റ്യൂഡ് ഈസ് മാക്സിമം ഈസ് കാൾഡ് ആൻറ്റിനോഡ്. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഉള്ള പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റിനോഡ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ നോഡ് ആൻഡ് ആൻറ്റിനോഡ് ഈസ് λ/4. നോഡ് മുതൽ ആൻറ്റിനോഡ് വരെയുള്ള ദൂരം എന്താണ്, λ/4. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് നോഡ്സ് ഓർ ആൻറ്റിനോഡ്സ് ഈസ് λ/2. അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു നോഡ് മുതൽ മറ്റൊരു നോഡ് വരെ, അല്ലെങ്കിൽ ഒരു ആൻറ്റിനോഡ് മുതൽ മറ്റൊരു ആൻറ്റിനോഡ് വരെയുള്ള അകലം എത്രയാണ്, λ/2. ദാറ്റ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേഷണറി വേവ്സ്. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുക ചിലപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ സ്റ്റേഷണറി വേവ്, അല്ലെങ്കിൽ എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേഷണറി വേവ്സ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ നോഡ് ആൻഡ് ആൻറ്റിനോഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, വൈബ്രേഷൻസ് ഓഫ് എയർ കോളം ഇൻ പൈപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലോസ്ഡ് പൈപ്പ് ഡിസ്കസ് ചെയ്യും, ഓപ്പൺ പൈപ്പ് ഡിസ്കസ് ചെയ്യും, അതിന് ശേഷം റെസണൻസ് കോളം ഡിസ്കസ് ചെയ്യും. ഇതൊന്നും എന്തായാലും രണ്ടെണ്ണം നിങ്ങൾക്ക് ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ മൂന്നും പഠിക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ച് അതന്നെ വരുന്നുള്ളതിൽ പോകരുത്, മൂന്നും പഠിക്കുക. ഫസ്റ്റ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരറ്റം ക്ലോസ്ഡ് ആക്കിയുള്ള അല്ലെങ്കിൽ ഒരറ്റം ഓപ്പൺ ആയിട്ടുള്ളതിനാണ് എന്ത് പറയുക, ക്ലോസ്ഡ് പൈപ്പ്. കൺസിഡർ എ പൈപ്പ് ഓഫ് ലെങ്ത് L ഓപ്പൺ അറ്റ് വൺ എൻഡ്. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ പിക്ചർ നിർബന്ധമാണ്, പിക്ചർ വരയ്ക്കണം, അറിഞ്ഞാലേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. F=V/λ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മോഡിൻ്റെ പിക്ചറാണത്. F=V/λ ആണ്. അപ്പോൾ ഇവിടെ L= പൈപ്പിൻ്റെ ലെങ്ത്ത് L ആണ്. വേവിൻ്റെ എത്ര ഭാഗമാണ് അതിലുള്ളത്, 1/4 ഭാഗമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു വേവ്, ഇത് അര വേവാണ്, ഇത് 1/4 വേവാണ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ അകത്തുള്ളൂ. ഓക്കെ,
അപ്പോൾ എൽ എന്തിന് ഈക്വലായിരിക്കും ലാംഡ ബൈ 4. അപ്പോൾ സിമ്പിൾ അറിഞ്ഞിരിക്കരുത്, എൽ ഈക്വൽ എഴുതിയിട്ട് തന്നെ നോക്കണം. എൽ ഈക്വൽ ടു ലാംഡ ബൈ 4. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് വരും 4L. അപ്പോൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ F1 ഈക്വൽ ടു V ബൈ 4L. F1 എന്നുള്ളത് ഫസ്റ്റ് മോഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ലാംഡയ്ക്ക് പകരം ഏറ്റവും മുകളിലത്തെ ഇക്വേഷനിൽ 4L എന്ന് കൊടുക്കുക. അപ്പോൾ F1 ഈക്വൽ ടു V ബൈ 4L. ദെൻ സെക്കൻഡ് മോഡ്, അടുത്ത വൈബ്രേഷൻ ഇങ്ങനെയാണ് പോസിബിൾ ആവുക. അപ്പോൾ എത്ര വേവ് ഉണ്ട് നേരത്തെ വരച്ചതെന്ന് നോക്കിയാൽ മതി. 3/4 വേവ് ഉണ്ട് അല്ലേ. അപ്പോൾ എഫ് ഈക്വൽ ടു വി ബൈ ലാംഡ തന്നെയാണ്. അപ്പോൾ എൽ എന്തിന് ഈക്വലാണ് 3/4 ലാംഡയ്ക്ക് ഈക്വലാണ്. അപ്പോൾ 3/4 ലാംഡ അല്ലെങ്കിൽ 3 ലാംഡ ബൈ 4. 3/4 ലാംഡ എന്നാണത് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ, ലാംഡ അടുപ്പിച്ച് എഴുതിയതാണ് കേട്ടോ. 3 ലാംഡ ബൈ 4. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് വരും 4 മുകളിലേക്കും 3 അടിയിലേക്കും പോകില്ലേ. അപ്പോൾ ലാംഡ ഈക്വൽ ടു 4L ബൈ 3. അപ്പോൾ എഫ് ഈക്വൽ ടു വി ബൈ ലാംഡയിൽ ലാംഡയ്ക്ക് പകരം 4L ബൈ 3 ആണ് കൊടുക്കുക. അപ്പോൾ വി ഡിവൈഡഡ് ബൈ 4L ബൈ 3. താഴെയുള്ള 3 എന്ത് ചെയ്യും മുകളിലേക്കാണ് വരും. അപ്പോൾ F2 ഈക്വൽ ടു എന്ത് വരും 3V ബൈ 4L എന്ന് വരും. ഓക്കെ, 3V ബൈ 4L. ദാറ്റ് ഈസ് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ. വേവിൻ്റെ എത്ര ഭാഗമുണ്ട്, ഒരു വേവ് കഴിഞ്ഞ് വീണ്ടും ഒരു 1/4 ഭാഗമുണ്ട്. അപ്പോൾ 1/4 വേവ് ഉണ്ട്. 1/4 എങ്ങനെ എഴുതുക 5/4. അപ്പോൾ എൽ ഈക്വൽ ടു എന്താണ് 5/4 ലാംഡ. അത് തന്നെയാണ് 5 ലാംഡ ബൈ 4. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് വരും 4L ബൈ 5. ദെൻ എഫ് ഈക്വൽ ടു എന്ത് വരും V ബൈ 4L ബൈ 5. 5 എന്ത് വരും നേരെ തിരിഞ്ഞാണ് വരും 5V ബൈ 4L. അപ്പോൾ 3 ഇക്വേഷൻ നോക്കുമ്പോൾ നമ്മൾ F1 F2 F3 അല്ലേ. ആദ്യത്തേൽ V ബൈ 4L, മറ്റ് 3V ബൈ 4L, അടുത്തത് 5V ബൈ 4L, അടുത്ത അപ്പോൾ എത്ര വരിക 7V ബൈ 4L. അതങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ റേഷ്യോ എഴുതിയതാണത് F1 F2 F3 ഈക്വൽ ടു 1:3 5 എക്സെട്ര. അപ്പോൾ ഇതിവിടെ തെറ്റാതെ ഇരിക്കാനുള്ളൊരു ഇത് പറഞ്ഞാൽ 1/4 ഭാഗമാണ് ഫസ്റ്റ് മോഡൽ. അപ്പോൾ ആൻസറിൽ എന്താണ് ബൈ 4 എന്നല്ലേ വരുന്നത്. അടുത്ത എന്താണ് 3/4 ഭാഗമാണ്. അപ്പോൾ ആൻസർ നോക്കിക്കേ 3V ബൈ 4 അല്ല. അടുത്ത 5/4 അല്ലേ. അപ്പോൾ ആൻസർ എന്ത് തന്നെയാണ് 5/4 തന്നെ വരുന്നത്. പിന്നെ അതിൻ്റെ താഴെ എന്തുണ്ട് 4L എന്നുണ്ട്. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തെറ്റ് വരുത്തുന്നത് എന്താ വെച്ചാൽ ഇത് സിമ്പിളാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഈ എക്സാമിന് എഴുതുമ്പോൾ L ഈക്വൽ ടു എന്നാണോ ലാംഡ ഈക്വൽ ടു എന്നാണോ എഴുതേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലിനനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത്. L ഈക്വൽ ടു ലാംഡ ബൈ 4. ഓക്കെ, ഫസ്റ്റ് കേസിൽ അങ്ങനെ മാറ്റി എഴുതണം. അപ്പോൾ ഇനി അടുത്തത് ഓപ്പൺ പൈപ്പാണ്. അപ്പോൾ ഓപ്പൺ പൈപ്പ് പറഞ്ഞാൽ 2 അറ്റം ഓപ്പൺ ആണ്. കൺസിഡർ എ പൈപ്പ് ഓഫ് ലെങ്ത് L ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ ലെങ്ത് L തന്നെ. എഫ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ V ബൈ ലാംഡ. അപ്പോൾ ഇവിടെ നോക്കിക്കുക ആദ്യം എത്ര ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ അര വേവ് ആണ്. അപ്പോൾ L ഈക്വൽ ടു ലാംഡ ബൈ 2. അപ്പോൾ ലാംഡ ഈക്വൽ ടു 2L. അപ്പോൾ F1 ഈക്വൽ ടു എന്ത് എഴുതാം V ബൈ 2L. ഓക്കെ, സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനിലോ ഒരു വേവ് കംപ്ലീറ്റ് ആണത്, 4 അര 4. അപ്പോൾ ഒരു വേവ് ആയി. അപ്പോൾ എഫ് ഈക്വൽ ടു V ബൈ ലാംഡ. ലാംഡ എന്തിന് ഈക്വലാ Lന് ഈക്വലാ. അപ്പോൾ F2 ഈക്വൽ ടു എന്താ V ബൈ L. സിമ്പിളാണ് സെക്കൻഡ് മോഡ് V ബൈ L. ദെൻ തേർഡ് മോഡ് എഫ് ഈക്വൽ ടു V ബൈ ലാംഡ. L ഇവിടെ എത്ര ഉണ്ട് 4 അര 4. അപ്പോൾ എത്ര ഉണ്ടാവും 1.5 ഉണ്ട്. 1.5 എങ്ങനെ നമ്മൾ എഴുതുക 3/2. അപ്പോൾ L ഈക്വൽ ടു 3/2 ലാംഡ. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് വരും 2/3L എന്ന് വരും. അപ്പോൾ എഫ് ഈക്വൽ ടു V ബൈ 2/3L. 3 എങ്ങോട്ട് വരും ഏറ്റവും മുകളിലേക്ക് വരും. അപ്പോൾ F3 ഈക്വൽ ടു 3V ബൈ 2L. ഓക്കെ, അപ്പോൾ നമ്മൾ 3/2 ലാംഡ നടക്കണമെങ്കിൽ ആൻസർ എന്ത് തന്നെയാണ് 3/2. ഓക്കെ, അപ്പോൾ 3V ബൈ 2L. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ V ബൈ 2L ആണ്. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 വെട്ടിപ്പോയി രണ്ടാമത്തെ കിട്ടും V ബൈ L എന്ന് കിട്ടും. അതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും 3V ബൈ 2L. ഇനി അടുത്ത ഇങ്ങനെ കിട്ടുക 4 കൊണ്ട് ഗുണിക്കും. അപ്പോൾ F1 F2 F3 എക്സെട്ര എന്തിന് ഈക്വൽ ആയിരിക്കും 1:2 3 എക്സെട്ര. ഓക്കെ, അതാണ് ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും. അടുത്തത് ഇനി റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. ദിസ് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ് ടു ഡിറ്റർമൈൻ ദ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക്. എയറിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി കാണാനും ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി കാണാനുമാണ് റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്യൂബ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ആൻ ഓപ്പൺ പൈപ്പ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ഇറ്റ് വിച്ച് ആക്ട് ആസ് എ ക്ലോസ്ഡ് പൈപ്പ്. പിക്ചർ ഒന്ന് വരയ്ക്കണം.
ആദ്യം ഒരു പൈപ്പ് അതിൽ വെള്ളം നിറച്ചു, അതിലൊരു ഓപ്പൺ പൈപ്പ് വെച്ചു. പക്ഷെ അത് എന്തായിട്ട് ആക്ട് ചെയ്യുക? ക്ലോസ്ഡ് പൈപ്പായിട്ട് ആക്ട് ചെയ്യുള്ളൂ, കാരണം അടിയിൽ വെള്ളമുണ്ട്. ഇനി എന്താണ് അതിൻ്റെ വർക്കിംഗ്? സിമ്പിളാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. എ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് ഹെൽഡ് എബോവ് ദ മൗത്ത് ഓഫ് ഇന്നർ ട്യൂബ്. വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്ക് എന്ത് ചെയ്യുക? ഉള്ളിലുള്ള പൈപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി വയ്ക്കുക. ദ ഇന്നർ ട്യൂബ് ഈസ് റൈസ്ഡ് ഗ്രാജുവലി. ഇന്നർ ട്യൂബ് മെല്ലെ അങ്ങനെ ഉയർത്തുക. അൺടിൽ മാക്സിമം സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമുക്കൊരു ഉയർത്തി ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ മാക്സിമം സൗണ്ട് നിങ്ങൾക്ക് കേൾക്കും. ആ മാക്സിമം സൗണ്ട് കേൾക്കാനുള്ള കാരണം അവിടെ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ നടന്നിട്ടുണ്ടാവും. ദാറ്റ് റെസണേറ്റിംഗ് ലെങ്ത് ഈസ് മെഷേർഡ് ആസ് L1. അത് നമ്മൾ എന്തായിട്ട് മെഷർ ചെയ്യുക? L1 ആയിട്ട് മെഷർ ചെയ്യുക. അപ്പോൾ L1 എന്നുള്ള പിക്ചർ നോക്കുക. അവിടെ എത്ര വേവ് ഉണ്ട്? λ/4 ഉണ്ട്. അപ്പോൾ λ/4 ഈക്വൽ ടു എന്തിന് ഈക്വലായിരിക്കും? L1ന് ഈക്വലായിരിക്കും. ഓക്കെ, അവിടെ അപ്പോൾ ഇക്വേഷനിൽ ഒരു പ്ലസ് ഇയും കൂടി വന്നിട്ടുണ്ട്. λ/4 ഈക്വൽ ടു L1 പ്ലസ് ഇ. അപ്പോൾ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് കറക്ഷനാണ്. അപ്പോൾ ഈ എൻഡ് ഭാഗത്ത് അതായത് ഓപ്പൺ പൈപ്പ് അല്ല, ഓപ്പൺ എൻഡ് ആണല്ലോ ഇവിടെ. ഓപ്പൺ എൻഡിൻ്റെ അറ്റത്ത് എന്ത് ചെയ്യും? വേവ് കുറച്ചും കൂടി പുറത്തോട്ട് തള്ളി നിൽക്കും. ആ ഇതിനെയാണ് നമ്മൾ എൻഡ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എൻഡ് കറക്ഷൻ എന്താണെന്ന് എഴുതണ്ട. നിങ്ങൾ ഇപ്പോൾ എന്താ എഴുതിയാൽ മതി? λ/4 ഈക്വൽ ടു, മറ്റോടത്ത് L ഈക്വൽ ടു എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണം, λ/4 എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ലെങ്ത്ത് L1 കൂടെ ആരും കൂടി ഉണ്ടാവും? എൻഡ് കറക്ഷനും കൂടി ഉണ്ടാവും. അപ്പോൾ λ/4 ഈക്വൽ ടു L1 പ്ലസ് ഇ. ഇനി ഇതേ സംഭവം ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ദ വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് അഗൈൻ ഹെൽഡ് അബോവ് ദ മൗത്ത് ഓഫ് ഇന്നർ ട്യൂബ്. ദ ഇന്നർ ട്യൂബ് ഈസ് റൈസ്ഡ് ഗ്രാജുവലി അൺടിൽ മാക്സിമം സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ദ സെക്കൻഡ് റെസണേറ്റിംഗ് ലെങ്ത് L2 ഈസ് മെഷേർഡ്. അപ്പോൾ എന്താണ്? വീണ്ടും ഇതേപോലെ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇന്നർ ട്യൂബ് എന്ത് ചെയ്യുക? വീണ്ടും ഉയർത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും സൗണ്ട് കേൾക്കും. അതിന് കാരണം അവിടെ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നടന്നിട്ടുണ്ടാവും. ആ ലെങ്ത്ത് എന്തായിട്ട് മെഷർ ചെയ്യുക? L2, സെക്കൻഡ് റെസണേറ്റിംഗ് ലെങ്ത്ത് L2. അപ്പോൾ അവിടെ വേവ് എത്ര ഉണ്ട്? 3/4 വേവ് അല്ലേ? അപ്പോൾ 3 λ/4 അല്ലെങ്കിൽ 3/4 ലാംഡ. ഓക്കെ, 3/4 3/4 ലാംഡ ഈക്വൽ ടു അവിടെ എന്ത് വരും? L2. L2ന് ഈക്വലാണ്, കുറച്ചുള്ളിൽ പുറത്തേക്ക് തള്ളിയും കൂടി നിൽക്കുക. അപ്പോൾ L2 പ്ലസ് ഇ. അപ്പോൾ രണ്ട് ഇക്വേഷനായി, 2-ന്ന് 1 മൈനസ് ചെയ്യുക അല്ലേ? 3/4-ന്ന് 4 പോയ അര. അപ്പോൾ λ/2 ഈക്വൽ ടു L2 മൈനസ് L1. ഇയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ λ ഈക്വൽ ടു എന്ത് വരും? 2 L2 മൈനസ് 2 ഇൻറ്റു L2 മൈനസ് L1. അപ്പോൾ വെലോസിറ്റി എങ്ങനെ കാണാം? നമ്മൾ ആ റിലേഷൻ പഠിച്ചു, V ഈക്വൽ ടു F ലാംഡയാണ്. അപ്പോൾ വെലോസിറ്റി ആയിട്ട് റൂം ടെമ്പറേച്ചർ ദാറ്റ് ഈസ് VT. ഇനി VT എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, V ഈക്വൽ ടു F ലാംഡ. അപ്പോൾ ലാംഡ നമുക്ക് ഇവിടെ കിട്ടി 2 ഇൻറ്റു L2 മൈനസ് L1 ആണ്, അതിലാണ് കൊടുക്കുക. അപ്പോൾ VT ഈക്വൽ ടു 2 ആദ്യം എഴുതി, പിന്നെ F എഴുതി, ബാക്കിയുള്ള L2 മൈനസ് L1 ദാറ്റ് ഈസ് VT ഈക്വൽ ടു 2F L2 മൈനസ് L1. അപ്പോൾ 3 എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്: ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ് ആൻഡ് റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് വേരിയേഷൻ ഓഫ് വെലോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. എന്തായാലും ഈ ഇക്വേഷൻ വെച്ചൊരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. VT ഈക്വൽ ടു V0 റൂട്ട് 273 പ്ലസ് T ഡിവൈഡഡ് ബൈ 273 ആണ്. V0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. VT എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് T ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. VT ഈക്വൽ ടു V0 റൂട്ട് ഓഫ് 273 പ്ലസ് T ഡിവൈഡഡ് ബൈ 273. അടുത്ത എൻഡ് കറക്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു എൻഡ് കറക്ഷൻ. ദ സ്മാൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആൻറ്റിനോഡ് ആൻഡ് ദ ഓപ്പൺ എൻഡ് ഈസ് കാൾഡ് എൻഡ് കറക്ഷൻ. അതായത് ആൻറ്റിനോഡ് എന്ത് ചെയ്യും? ഓപ്പൺ എൻഡിൽ നിന്ന് കുറച്ച് തള്ളി നിൽക്കും. ആ തള്ളി നിൽക്കുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? എൻഡ് കറക്ഷൻ. അപ്പോൾ L1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെസണേറ്റിംഗ് ലെങ്ത്തും L2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റെസണേറ്റിംഗ് ലെങ്ത്തും ആണെങ്കിൽ എൻഡ് കറക്ഷൻ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. E ഈക്വൽ ടു L2 മൈനസ് 3L1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, L2 മൈനസ് 3L1, അതായത് മൊത്തം ബൈ 2 ആണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ ബ്രാക്കറ്റ് കാണാം. E ഈക്വൽ ടു L2 മൈനസ് 3L1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് എൻഡ് കറക്ഷൻ E. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അൾട്രാസോണിക് വേവ്സ്. സൗണ്ട് വേവ്സ് ഹാവിങ് ഫ്രീക്വൻസി അബൌട്ട് 20 kHz. 20 kHz മുകളിലുള്ള സൗണ്ട് വേവ്സിനെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20 kHz എന്ന് എഴുതാം, അല്ലെങ്കിൽ 20,000 Hz എന്ന് എഴുതാം. പിന്നെ 20,000 kHz എന്ന് എഴുതരുത്. ഒന്നെങ്കിൽ 20 kHz അല്ലെങ്കിൽ 20,000 Hz.
ഓക്കെ, അപ്പോൾ നിങ്ങൾ 20 കിലോ ഹെർട്സ് ഒന്ന് മാത്രം പഠിച്ചാൽ ഈ രണ്ടും പാടാകുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഞാൻ അതിൻ്റെ അപ്ലിക്കേഷൻ ചോദിക്കാം. അൾട്രാസോണിക് വേവ്സിൻ്റെ ഒന്ന് സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സിഗ്നലിംഗ് പർപ്പസസ്, അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് എഴുതിയാലും മതി, പ്രിപ്പറേഷൻ ഓഫ് എമൾഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെയിൻ്റൊക്കെ മിക്സ് ചെയ്യുന്നത് അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെയൊക്കെ പ്രിപ്പറേഷൻ ഓഫ് എമൾഷൻസ്. ദെൻ മസാജിങ് പർപ്പസ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് എന്നാവും. അപ്പോൾ 2 എഴുതിയാൽ മതി. ചിലപ്പോൾ വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 5 എഴുതേണ്ടി വരും. സോണാർ, സിഗ്നലിംഗ് പർപ്പസ്, അൾട്രാസൗണ്ട് സ്കാനിങ്, പ്രിപ്പറേഷൻ ഓഫ് എമൾഷൻസ്, മസാജിങ്. ഇനി അടുത്ത് റൈറ്റ് എനി 1 മെത്തേഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അൾട്രാസോണിക് വേവ്സ് എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ 2 മെത്തേഡാണ് നമുക്കുള്ളത്. ഒന്ന് മാഗ്നറ്റോസ്ട്രിക്ഷൻ മെത്തേഡ്, മറ്റൊന്നത് പീസോ ഇലക്ട്രിക് മെത്തേഡ്. ആദ്യം നമുക്ക് മാഗ്നറ്റോസ്ട്രിക്ഷൻ മെത്തേഡ്. അപ്പോൾ പേരറിയേണ്ടി വരും. റൈറ്റ് എനി 1 മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാഗ്നറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് നോക്കാം. അപ്പോൾ വെൻ എ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ദ ലെങ്ത് വിൽ ചേഞ്ചസ്. അതായത് ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിന് എന്ത് ചെയ്യും, മാറ്റം വരും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് മാഗ്നറ്റോസ്ട്രിക്ഷൻ. വെൻ സച്ച് സബ്സ്റ്റൻസ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, അത്തരം സബ്സ്റ്റൻസ് നമ്മളൊരു ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ്. അവ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുകയും അൾട്രാസോണിക് വേവ്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മാഗ്നറ്റോസ്ട്രിക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വേരിയേഷൻ ചെയ്യും. അതിനാണ് മാഗ്നറ്റോസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ആ മെറ്റീരിയൽ ആൾട്ടർനേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അവ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുകയും അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പീസോ ഇലക്ട്രിക് മെത്തേഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആവും അപ്ലൈ ചെയ്യുക. ഓക്കെ, വെൻ എ മെക്കാനിക്കൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇൻ ടു സം ക്രിസ്റ്റൽസ് ആൻഡ് EMF ഈസ് പ്രൊഡ്യൂസ്ഡ്. ചില ക്രിസ്റ്റലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിലൊരു EMF ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ദിസ് ഈസ് നോൺ ആസ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ഇൻ ടു സച്ച് ക്രിസ്റ്റൽസ്, ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ. ഓക്കെ, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വോൾട്ട്. ഇഫ് ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഈസ് അപ്ലൈഡ് ഇൻ ടു സച്ച് ക്രിസ്റ്റൽ, അത്തരം ക്രിസ്റ്റലിലേക്ക് ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദേ വിൽ സ്റ്റാർട്ട്സ് ടു വൈബ്രേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് അൾട്രാസോണിക് വേവ്സ്. അവ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുകയും അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അൾട്രാസോണിക് വേവ്സ് അപ്ലിക്കേഷൻ, അതിൻ്റെ പ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലമാണ്. Determine the fundamental frequency of sound emitted by a tube of length 0.45 meter if the tube is open at one end and open at both ends. Velocity of sound in air is 345 meter per second. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയാണ് കാണാൻ പറഞ്ഞത്. ആദ്യത്തെ ഓപ്പൺ പൈപ്പാണ് അല്ലേ, ഓപ്പൺ അറ്റ് 1 end, ഒരറ്റം മാത്രമേ ഓപ്പൺ, അപ്പോൾ അത് ക്ലോസർ പൈപ്പാണ്, ശ്രദ്ധിക്കണം. ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആണെങ്കിൽ അതെന്തായി, ഓപ്പൺ പൈപ്പും. ഓപ്പൺ ആയിട്ട് 1 end ആണെങ്കിൽ അതെന്താണ്, ക്ലോസർ പൈപ്പ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി പറഞ്ഞാൽ ആദ്യത്തെ ഫ്രീക്വൻസി F1 കാണാനാണ്. അപ്പോൾ F = V/4L ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ 345 / 4 × L എന്താണ്, 0.45 മീറ്ററാണ്. അപ്പോൾ 191.7 ഹെർട്സ് എന്നാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ആറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ പൈപ്പ് V/2L ആണ്. അപ്പോൾ F = 345 / 2 × 0.45, അപ്പോൾ 383.3 ഹെർട്സ്. ഓക്കെ, ഇപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2 ടേംസ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടണം. അല്ല ഇനി നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഇടാനൊന്നും അറിയില്ല, എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ ഓരോന്ന് ചെയ്തിട്ട് ആൻസർ ചെയ്താലും മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻ എ റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെസണേറ്റിംഗ് ലെങ്ത്സ് ആർ 0.168 meter and 0.52 meter respectively. If the velocity of sound in air is 348 meter per second, determine the frequency of the tuning fork and the end correction. അപ്പോൾ L1 ഇവിടെ തന്നിട്ടുണ്ട്, ഫസ്റ്റ് റെസണേറ്റിംഗ് ലെങ്ത്. L2 തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട് 348 meter per second.
അപ്പോൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 2F × L2 - L1 ആണ്. അതിന് F = എന്ത് എഴുതാം? VT / 2 × L2 - L1. അപ്പോൾ F = 348 / 2 L2 - L1 നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻഡ് കറക്ഷൻ കാണാനുള്ള ഇക്വേഷൻ L2 - 3L1/2. ഓക്കെ, അപ്പോൾ ആ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എൻഡ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മാൾ ഡിസ്റ്റൻസ്, അപ്പോൾ യൂണിറ്റ് എന്താണ്? മീറ്ററിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, the velocity of sound in air at 0 degrees Celsius is 330 meter per second. Find the velocity when the temperature becomes 1 degree. 0 തന്നിട്ടുണ്ട് 1 ഡിഗ്രി ആകുമ്പോൾ എത്രയാവുന്നതാണ്. അപ്പോൾ VT = V0 √273 + T / 273. നമ്മൾ പറഞ്ഞിരുന്നു വെലോസിറ്റിയിൽ വേരിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ VT = 330 അല്ലേ? V0 വെലോസിറ്റി ഓഫ് 0 ഡിഗ്രിയിൽ 330 √273. T എത്ര ഡിഗ്രിയിലാണ് കാണേണ്ടത്? 1 ഡിഗ്രി. അപ്പോൾ 273 + 1/273. അപ്പോൾ 330.60 മീറ്റർ പെർ സെക്കൻഡ്. ചെയ്ത് നോക്കണം. ഇപ്പോൾ 1 ഡിഗ്രി ആവില്ല ചിലപ്പോൾ ചോദിക്കാം. നിങ്ങളോട് ചിലപ്പോൾ 0 ഡിഗ്രിയിൽ തരും, പിന്നെ 10 ഡിഗ്രിയിൽ കാണാം. അപ്പോൾ Tക്ക് എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, velocity of sound in air at 30 degrees Celsius is 348 meter per second. Find the velocity at 60 degrees Celsius. അപ്പോൾ ഇവിടെ കാണാനുള്ളത് എന്താ വെച്ചാൽ 30 ഡിഗ്രിയിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണേണ്ടത് എത്രയില്ല? 60 ഡിഗ്രിയിൽ കാണണം. അപ്പോൾ ഇവിടെ വരാനുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ 0 ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, അതേ ഇക്വേഷൻ തന്നെ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് 30 ഡിഗ്രിയിലാണ് തന്നിട്ടുള്ളത്, 60 ഡിഗ്രിയിലുള്ള കാണണം. അപ്പോൾ നേരത്തെ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് കാണേണ്ട 60 ഡിഗ്രിയിലാണ്, തന്നത് 30 ഡിഗ്രി. അപ്പോൾ V60/V30 എന്ന് എഴുതുക = √273 + 60. മുകളിൽ എന്താ എഴുതുക? 60 ആയിക്കോട്ടാണ് കൂട്ടുക /273 + 30. അപ്പോൾ V60 = എന്ത് എഴുതും? V30 നേരെ മോളിക്കേണ്ടി വരും അല്ലേ? V60 = V30 × √of എന്ന് വരും. അപ്പോൾ V30 എന്താ വരിക? ഇവിടെ 348 √333/303 ചെയ്യുമ്പോൾ 364.8 മീറ്റർ പെർ സെക്കൻഡ്. അധികം ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ 30 ഡിഗ്രിയിൽ 348, 60 ഡിഗ്രിയിൽ എത്ര. ഓക്കെ, ഇനി 30 ഡിഗ്രിയിലാണെന്നില്ല, 20 ഡിഗ്രിയിൽ തരാം, 40 ഡിഗ്രിയിൽ എത്ര എന്ന് ചോദിക്കും. അപ്പോഴും ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഏതാ കാണേണ്ടത്? അത് മുകളിൽ എഴുതുക, തന്നത് അടിയിൽ എഴുതുക. എന്നിട്ട് ആ ഇക്വേഷൻ √273 + 60. അപ്പോൾ ഇവിടെ 60 ആയതുകൊണ്ടാണ് +60. 30 ആണ് തന്നത്, അത് താഴെ 273 + 30. ഇനി അടുത്ത് ഡിറ്റർമൈൻ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 500 നാനോമീറ്റർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ട ഫ്രീക്വൻസിയാണ് തന്നത്, വേവ് ലെങ്ത്തും വെലോസിറ്റിയും. അപ്പോൾ V = F λ പറഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിരുന്ന, അതിന് F = എന്ത് എഴുതാം? V/λ എന്ന് എഴുതാം. അപ്പോൾ V എത്ര? വെലോസിറ്റി 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ലാംഡ എത്ര? 500 നാനോമീറ്ററാണ്. നാനോമീറ്ററിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 500 × 10⁻⁹ മീറ്ററാണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 × 10⁻⁹ മീറ്ററാണ്. ദെൻ F = 3 × 10⁸ ഡിവൈഡഡ് ബൈ 500 × 10⁻⁹ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 × 10⁻15 ഹെർട്സ് ഫ്രീക്വൻസീൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ സുഖമാണ്. ചെയ്ത് പഠിക്കാനുള്ള ചെയ്യുന്നത് ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്, റെസണൻസ് ഒക്കെ സിമ്പിളാണ്. പക്ഷേ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് എക്സാം ഹാളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കിട്ടില്ല. കാരണം നിങ്ങളത് സിമ്പിളാക്കിയിട്ടിടും, വരച്ച് നോക്കില്ല, ചെയ്ത് നോക്കില്ല. അപ്പോൾ വരച്ച് നോക്കുകയും ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യണം. പിന്നെ പ്രോബ്ലംസ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. വീണ്ടും ഞാൻ പറയുന്ന ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 20 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ്. മിനിമം 20 കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കരുത്. പിന്നെ നിങ്ങൾക്കൊരു 10 മാർക്കും കൂടി ആവശ്യമുള്ളൂ. അപ്പോൾ 10 മാർക്കും കൂടി ആവശ്യമുള്ളൂ പറഞ്ഞിട്ട് 10 മാർക്കിന് കൃത്യമായിട്ട് പഠിച്ചു പോവില്ല. ബാക്കി ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എളുപ്പമുള്ള ബാക്കി 2 മൊഡ്യൂളും കൂടി നോക്കുക. എന്നിട്ട്
ഭംഗിയായി പോയി പരീക്ഷ എഴുതാം. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായ ആൻസർ മാത്രം കൊടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യന് അറിയാത്തതും ഉണ്ടെങ്കിൽ ആദ്യം അറിയണത് മാത്രം അറ്റൻഡ് ചെയ്ത് പോവാം. പിക്ചർ ഉള്ളതാണെങ്കിൽ പിക്ചർ നിർബന്ധമായും വരയ്ക്കാം. ഓക്കെ, അത് നീറ്റാക്കി പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കാം. എന്നിട്ട് അറിയുന്ന ഇക്വേഷൻ കൃത്യമായി ചെയ്യാം. അങ്ങനെ വൃത്തിയിൽ എക്സാം എഴുതാം. ഓക്കെ, പിന്നെ എസ് എ പാർട്ടിൽ നിന്ന് 3 മൊഡ്യൂളാണ് നിങ്ങൾക്ക് എസ് എ അറ്റൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ 2 പരീക്ഷ കഴിഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കാനുള്ളത് യൂണിറ്റ് എഴുതാനും പ്രോബ്ലം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. അപ്പോൾ ഇനി നിങ്ങൾ 3 മൊഡ്യൂൾ പഠിക്കുമ്പോൾ 3 നിങ്ങൾ സെലക്ട് ചെയ്തിട്ടേ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ചു പോകണം. നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലവർക്ക് ഇത് തീരെ മനസ്സിലാകാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാവുന്ന എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ തീരെ മനസ്സിലാവാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ അതിന്മേൽ കുറേ സമയം കളയുന്നതൊക്കെ നല്ലത് മനസ്സിലാവുന്ന ടോപ്പിക്ക് എന്ത് ചെയ്യുക, കൃത്യമായി പഠിച്ച് പോവുക. ദെൻ ഓക്കെ, താങ്ക് യു.